15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളിൽ നിന്ന് 3.5 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ പിരിച്ചെടുത്ത ഹരിത നികുതി 70 കോടി. ഹരിത നികുതി വീണ്ടും 50% വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഇതുവരെയുള്ള നികുതി പിരിവ് ചർച്ചയാകുന്നത്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി പണം പിരിക്കാൻ സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്നു എന്ന ആരോപണം ശക്തമാവുകയാണ്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി 2021 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഹരിത നികുതി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ നികുതി നിരക്ക് തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനാണ്. 2021 പ്രാബല്യത്തിൽ വന്ന് തൊട്ടടുത്ത വർഷം തന്നെ സംസ്ഥാന സർക്കാർ നികുതി നിരക്ക് 50% വർദ്ധിപ്പിച്ചു. ഇതോടെ 2021-22 ഹരിത നികുതിയായി ലഭിച്ച തുക 2022-23 ആയപ്പോൾ ഇരട്ടിയായി. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഈ ഇനത്തിൽ 70 കോടി 95 ലക്ഷം രൂപ സംസ്ഥാനം പിരിച്ചെടുത്തു. ഈ ബജറ്റിലും ധനമന്ത്രി KN ബാലഗോപാലൻ ഹരിത നികുതി വീണ്ടും 50% ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 15 വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുകൾ, മുച്ചക്ര വാഹനങ്ങൾ, കാറുകൾ എന്നിവയുടെ നികുതിയായിരിക്കും വർദ്ധിക്കുക. പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് നിരുത്സാഹപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി വരുമാന മാർഗത്തിന് സംസ്ഥാനം ഉപയോഗിക്കുന്നു എന്നാണ് ആക്ഷേപം. ഇതുവഴി 2021 സംസ്ഥാന സർക്കാരിന്റെ വരുമാനം 11 കോടിയായിരുന്നെങ്കിൽ 22-23 ഇത് 21 കോടിയും 23-24 ഇത് 22 കോടിയായും വർദ്ധിച്ചുവെന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. ഇവിടെ പഴക്കം ചെന്ന വാഹനങ്ങൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന സ്രോതസ്സായി കണക്കാക്കുന്നതിന് പകരം ഇത് പരിഹരിക്കപ്പെടുന്നതിന് എന്ത് മാർഗനിർദ്ദേശമാണ് ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രി വ്യക്തമാക്കണം. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യാൻ നിയമം കൊണ്ടുവരാൻ സംസ്ഥാനം തയ്യാറാകാത്തത് ഇരട്ടത്താപ്പാണെന്നും ആരോപണമുണ്ട്. എറണാകുളം സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ ഗോവിന്ദൻ നമ്പൂതിരിക്ക് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് ഈ കാര്യങ്ങളുള്ളത്. ജനം, കോഴിക്കോട്.